കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ UDF നിന്ന് ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. എന്തൊരു വലിയ നുണ. ഞങ്ങൾ പബ്ലിക്കായിട്ട് എത്ര വീഡിയോകൾ കണ്ടിട്ടുണ്ട്. UDF അസ്വാരസ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് വലിയ തെളിവുകൾ ആ വീഡിയോ തന്നെയല്ലേ. പബ്ലിക്കായിട്ട് നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളെ തെറി പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ, ഇത്ര ആളുകൾ. അതൊന്നും അസ്വാരസ്യമല്ലേ? ഈ പറഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടും നല്ല രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ സമയത്ത് ഇലക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നതാണ്. വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല, സ്വന്തമായിട്ട് തന്നെ. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, പൊതുവെ വാർത്തകളിലും വന്നതാണ്. VD സതീശനും സുധാകരനും തമ്മിൽ അന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ക്രെഡിറ്റ് മുഴുവനും VD സതീശൻ കൊണ്ടുപോകുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. താങ്കൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ പച്ച നുണ പറയാൻ? എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ഇത്. നല്ല രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും ഏതൊരു സംഘടനയും പോലെ, എന്നാൽ അതൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ചു പോയി എന്നും താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്കുകൾക്ക് എന്ത് വില ഉണ്ടാകുമായിരുന്നു? എന്തിനാ നുണ പറയുന്നത്? ഏറ്റവും കൂടുതൽ ചക്കാളത്തി പോലുള്ളതും ഏറ്റവും കൂടുതൽ കസേരക്ക് വേണ്ടി അടിയുള്ളതും നിങ്ങളുടെ മുന്നണിയിലാണ്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് UDF അധികാരത്തിൽ വരില്ല എന്ന ഭയം ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഭയം തന്നെയാണ്. പ്രത്യക്ഷത്തിൽ അവർ ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ പാടില്ല എന്ന് ധാരണയുള്ളതാണല്ലോ. രഹസ്യമായിട്ട് എത്ര ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. 1, 2, 3 ഒക്കെ ആയിട്ട് വിഭജിച്ചിട്ടാണല്ലോ ഇവിടെ കുറെ ആൾക്കാർ നടക്കുന്നത്. എന്തിനാ ഇവിടെ എറണാകുളത്ത് കാസ്റ്റിന്റെ പേരിൽ വിഭജിച്ചാണല്ലോ നിൽക്കുന്നത്? മാർത്തോമക്കാരും ലാറ്റിൻകാരും തമ്മിൽ അടിയാ നിങ്ങളുടെ മുന്നണിയിൽ. ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു രഹസ്യയോഗം നടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് അറിവുകൾ വരുന്നതാണ്. പിന്നെ ജനങ്ങൾക്കും ഇതിൽ താല്പര്യമില്ല, ഞങ്ങൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് വന്ന് അതൊന്നും ഷൂട്ട് ചെയ്യാത്തതാണ്. അപ്പൊ പുറത്തേക്ക് പറയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം പ്രതിപക്ഷ നേതാവെ. ഒന്നാമത്തെ ജമായത്ത് ഇസ്ലാമി അല്ല ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടിയാണ്. ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് ജമായത്ത് ഇസ്ലാമി അല്ല പിന്തുണ നൽകിയിരിക്കുന്നത്. ഇപ്പോ വെൽഫെയർ പാർട്ടിയാണ്. മനസ്സിലായില്ലേ? പേര് മാറ്റി വരിക എന്നൊരു വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മാനസാന്തരപ്പെടലാണല്ലോ. നമ്മൾ പല പല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഒരു നിമിഷം കൊണ്ട് പേര് മാറ്റി ചിലപ്പോൾ മാമോസ് മുങ്ങും അല്ലെങ്കിൽ ബന്ധക്കൊസ്റ്റ വന്നിട്ട് ഇങ്ങനെ വരും വെള്ളയും ഇട്ടിട്ട്, അയ്യോ നമ്മൾ നന്നായി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പഴയ പീതാംബരം എന്നുള്ള പേര് വല്ല കുര്യാക്കോസിനെ വല്ല മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാള് പിന്നെ നല്ലവനായി. ഈ പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിനല്ല ഇപ്പൊ പേര്, വെൽഫെയർ പാർട്ടി എന്നാണ്. അപ്പൊ പേര് മാറ്റിയത് കൊണ്ട് കുഴപ്പമില്ല. പേര് മാറ്റി ആര് വന്നാലും UDF എടുക്കും കേട്ടോ. അൻവർ ഇപ്പൊ ഇനി പേര് മാറ്റി ലത്തീഫ് നാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുവോ? UDF എടുക്കുവോ പ്രതിപക്ഷ നേതാവേ? അത് മതിയെന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. പേര് മാറ്റിയാൽ എടുക്കും അല്ലെ? 3 പതിറ്റാണ്ട് കാലമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അതായത് ഉത്തമ ത്രാസം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് ചെയ്തല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ചെയ്തുകൂടെ? അത് ശരി. അപ്പൊ അവരും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് പ്രത്യക്ഷമായി ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സമ്മതിക്കുകയാണ് അല്ലേ പ്രതിപക്ഷ നേതാവേ? അപ്പൊ UDF-ഉം LDF-ഉം ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വർഗീയതയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിലൂടെ എന്താണ് താങ്കൾ അർത്ഥമാക്കിയത്? പിന്നെ അന്ന് കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കുമെന്നാണോ അതോ കഴുത കാലും പിടിക്കും എന്നാണോ? അവർക്ക് ചെയ്യാമെന്നാണെങ്കിൽ ഞങ്ങളും ചെയ്യും എന്നാണെങ്കിൽ ഇവിടെ എല്ലാ തെറ്റുകളും എല്ലാവർക്കും ചെയ്യാം അല്ലെ? അവൻ ചെയ്തെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാവില്ല. അപ്പൊ പിന്നെ അതങ്ങനെ തെറ്റാവുന്നത് വളരെ നല്ല ന്യായീകരണം. അടുത്ത ന്യായീകരണം പോരട്ടെ. ഞാൻ 6 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 6 പ്രാവശ്യം എനിക്കെതിരായിരുന്നവര്. ഒന്നുകിൽ അവർ കാൻഡിഡേറ്റിനെ നിർത്തും അല്ലെങ്കിൽ LDF-ന് പിന്തുണ കൊടുക്കും. കൂടുതൽ LDF-ന് പിന്തുണ കൊടുക്കും. വളരെ വിശാല മനസ്കനായ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വിചാരിച്ചു 6 തവണ അദ്ദേഹം മത്സരിച്ചപ്പോഴും CPM-ന്റെ ഒപ്പം നിന്നിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വെൽഫെയർ സംഘടന പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ നിന്നു, അവരോടൊപ്പം നിന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് പ്രശ്നമില്ല. എന്താണ് കാരണം? ഒരു മതസംഘടനയാണ് എന്ന നിലയിലോ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് പിന്തുണ കൊടുക്കാം. ഒരു മതസംഘടനയാണ് എന്ന നിലയിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലും എങ്ങനെ ഒരു മതസംഘടനയാണ് എന്ന നിലയിലോ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലും ഒരു മതസംഘടനയാണെന്ന നിലയിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന നിലയിലും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് പിന്തുണ കൊടുക്കാം. അപ്പൊ അവരൊരു മതസംഘടനയാണ് എന്നത് സമ്മതിച്ച് തന്നെ ഇദ്ദേഹം പറയുകയാണ്. അന്ന് അവര് മതസംഘടന ആയിരുന്നു, അന്നും വെൽഫെയർ പാർട്ടി ആയിരുന്നു. അപ്പൊ ഇന്ന് മതസംഘടന അല്ല അല്ലെ? ഏത് രീതിയിലാണ് ഇത് ന്യായമാകുന്നത് പ്രതിപക്ഷ നേതാവേ? അതിലൊരു ശരികേടുണ്ടല്ലോ. അന്നും ഇന്നും തമ്മിൽ എന്താണ് വ്യത്യാസം? അവര് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെ ശരിയാകും എന്നതാണ് ചോദ്യം. അവര് തെറ്റ് ചെയ്യുമ്പോൾ അതേ തെറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു ഞങ്ങൾ തിരഞ്ഞെടുക്കണം? അവര് നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലമാകരുത്, അപ്പോൾ വർഗീയത ശക്തി പ്രാപിക്കും. അതുകൊണ്ട് കോൺഗ്രസിനും കേരളത്തിൽ UDF-നും പിന്തുണ കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. കോൺഗ്രസ് ദുർബലമായാല് ദേശീയ തലത്തിൽ ഭയങ്കരമായിട്ട് വർഗീയത ശക്തി പ്രാപിക്കും. അപ്പൊ ഈ വർഗീയതനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നേ? ഇവരൊരു മതസംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിനെ കൂട്ടുപിടിക്കുകയാണ്. ആ മതസംഘടനയും ഈ UDF-ഉം കൂടെ ചേർന്നാൽ UDF ശക്തി പ്രാപിക്കും. വർഗീയത എന്താവും? ഒരു മതസംഘടന കൂട്ടുചേർത്തിട്ട് എന്ത് വർഗീയത ഇല്ലാതാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം വർഗീയത എന്ന വാക്കുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഉദ്ദേശിക്കാനുള്ളൂ. ഹിന്ദുക്കളെ എതിർക്കുക, ഹിന്ദു മതത്തെ എതിർക്കുക, അവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുക. പ്രത്യക്ഷമല്ലേ ഇത്?
ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ പോരാടുന്നു. ഒരു മതത്തിന്റെ പേരിൽ വന്ന രാഷ്ട്രീയ പാർട്ടിനെ കൂടെ നിർത്തി വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ ഏത് വർഗീയതയ്ക്കെതിരെ? ഹിന്ദു വർഗീയതയ്ക്കെതിരെ എന്നാണോ അതോ ഹിന്ദുവിനെതിരെ എന്നാണോ? ഇതിനുള്ള വിശദീകരിച്ചൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവേ. ദയവായി ഞങ്ങൾക്ക് അത് നൽകണം. ഏത് വർഗീയതയ്ക്കെതിരെയാണ് നിങ്ങൾ ദേശീയ തലത്തിലും ഇവിടെയും പോരാടാൻ പോകുന്നത്? ആരുടെ കൂട്ടുപിടിച്ചാണ് നിങ്ങൾ പോരാടാൻ പോകുന്നത്? ഞാൻ എന്തുകൊണ്ട് അവരോട് ഞാൻ നോ പറയണം? നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയണം. എന്തുകൊണ്ട് ഇവരുടെ പിന്തുണ CPM-ന് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എതിർത്തു പറഞ്ഞു? എന്തുകൊണ്ട് വർഗീയതയുടെ വോട്ട് വേണ്ട എന്ന് അന്ന് പറഞ്ഞു? ഇപ്പൊ എന്തുകൊണ്ട് മാറ്റി പറയുന്നു? ഇതിനൊക്കെ ഒന്ന് മറുപടി പറഞ്ഞേ. അന്ന് നിങ്ങൾ ഇവരെ എതിർത്തതിനും വർഗീയത വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം എന്താ ഇപ്പൊ മാഞ്ഞു പോയോ? SDPI ഞങ്ങളിത് സ്നേഹപൂർവ്വം നിരസിച്ചു. നിങ്ങളുടെ പിന്തുണ വേണ്ട. കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി എടുത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ്. കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും അവരുടെ പിന്തുണ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ആകെ UDF വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത് SDPI-നെ മാത്രമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏകദേശമൊക്കെ നിലനിൽപ്പ് അപകടത്തിലായി വന്നപ്പോഴത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിനെ മാമോദീസ മുക്കി വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് രംഗത്തിറക്കിയിട്ടുണ്ട്. SDPI-നെ ഇനി ആ പേര് മാറ്റി വേറെ വല്ല പേരിലും കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും ഇദ്ദേഹം പോയി അവിടെയും കൂട്ടിയേരും. എന്നിട്ട് ഇതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഓർക്കല്ലേ? അവര് കേരളത്തിൽ ഒരു വയലൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു കേസിൽ പോലും അവരുടെ ഒരാളൊരു പ്രതിനിധിയല്ല. ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കുകയോ വിദ്വേഷ ക്യാമ്പയിൻ നടത്തുകയോ അവർ ചെയ്തിട്ടില്ല. എൻ്റെ മുമ്പിൽ ഒരു തെളിവില്ല. അവർ ചെയ്യാറില്ല. ഞങ്ങൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയല്ലേ. അയ്യോ, ജമാഅത്ത് ഇസ്ലാമി എത്ര മഹോന്നതൻ! ശരിയാട്ടോ, ഇത്ര നല്ലൊരു സംഘടന വേറെ ഇല്ല. അപ്പൊ UDF അവരുടെ പിന്തുണ സ്വീകരിച്ചാൽ നമുക്ക് തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് ഇപ്പോൾ ആരാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാമോ? ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതായത് മുസ്ലിം അല്ല അവിടെ ന്യൂനപക്ഷം, അതൊരു മുസ്ലിം രാഷ്ട്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള വർഗീയതയുടെ പ്രത്യക്ഷ പ്രകടനങ്ങളാണ് നടക്കുന്നത്. 2 സഖാക്കളടക്കം കൊല്ലപ്പെട്ടു, അവർ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം. എത്ര വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ മാത്രമല്ല, വെസ്റ്റ് ബംഗാളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന്റെ എല്ലാം അവിടുത്തെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവരുടെ നേതൃത്വത്തിലാണ്, അവരുടെ ഭരണത്തിന് കീഴിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അവരുടെ സംഘടന കേരളത്തിലേക്ക് വന്നപ്പോൾ അത് വെൽഫെയർ പാർട്ടി എന്ന് പേര് മാറ്റിയതോടെ ഇതൊന്നും നിലവിലില്ല. മരിച്ചവരൊന്നും മരിച്ചിട്ടില്ല, അനുഭവിക്കുന്നവരൊന്നും അനുഭവിച്ചിട്ടില്ല. ഈ പറയുന്ന യാതൊരു സംഭവങ്ങളും ഈ സംഘടന നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്ന രീതിയിൽ ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തിയാണ് ഈ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്നത്. നിങ്ങൾ തന്നെയാണ് RSS അനുകൂല സംഘടനകൾ നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രിസ്ത്യൻ മിഷണറികളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എടുത്തു പൊക്കിക്കൊണ്ട് വരുന്നത്. വാർത്തകൾ വരുന്ന 4 മിനിറ്റിലും 3 മിനിറ്റിലും പ്രതികരിക്കുന്ന ആൾക്കാരാണ് UDF-ലും അതുപോലെ തന്നെ LDF-ലും ഉള്ളത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന വാർത്തകളാണല്ലോ. അത് നിങ്ങൾക്ക് വലുതാണ്. മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന വാർത്തകൾ, പാലസ്തീനിൽ നടക്കുന്നു, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, ഇന്നലെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നു. അതിനെയൊക്കെ അപലപിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ ഒരു സംഘടന തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്യുന്നത് കാണുന്നില്ല അല്ലെ? കേരളത്തിൽ അവർ യാതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കേരളത്തിൽ അവരൊന്നും ചെയ്യില്ല എന്ന ഉറപ്പ് എങ്ങനെയാണ് താങ്കൾക്ക് ലഭിക്കുന്നത്? ജബൽപൂരിൽ ക്രിസ്ത്യൻ മിഷണറികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ RSS-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർ നയിക്കുന്ന BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പാർട്ടിക്കാർ എത്ര പേര് അതിനെതിരെ രംഗത്ത് വന്നു? ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ, ഇനി സംഭവിച്ചേക്കാം എന്ന രീതിയിലല്ലേ നിങ്ങളത് പറഞ്ഞത്? എന്താ ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? ഞങ്ങൾക്ക് ആ ഭയം ഉണ്ടാകാൻ പാടില്ലേ? ബംഗ്ലാദേശ് പോലെ കേരളം ആക്കാനാണോ പ്രതിപക്ഷ നേതാവേ താങ്കളുടെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കില്ല എന്നുകൂടി പറയുകയാണ്. അവരിപ്പോ നടത്തിയത് സാഹോദര്യ കേരള യാത്രയാണ് അവർ നടത്തിയത്. അവർ വേറെ അജണ്ടയാണ് ഇപ്പൊ അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവരിപ്പോ വേറെ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവരിപ്പോ മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഇപ്പോ എന്നെടുത്തു പറയുന്നതിലൂടെ താങ്കൾക്കറിയാം അപ്പോ അവരങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് അല്ലെ? അവരിപ്പോ ഇങ്ങനെ ആയി എന്നുള്ളതിന് എന്താണ് തെളിവ്? നാളെ UDF-ന്റെ ഒപ്പം അവരുടെ മുന്നണി ചേർന്ന് പിന്തുണ പ്രഖ്യാപിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശല്യവും ഉണ്ടാകില്ല. ഞങ്ങൾക്ക് എന്ന് തന്നെ പറയാണ്, ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ശല്യവും ഉണ്ടാകില്ല, യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും ഉണ്ടാകില്ലെന്ന് എന്തുറപ്പാണ് താങ്കൾക്ക് തരാനുള്ളത്? എന്തുകൊണ്ട് ഞങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുകൂടുന്ന UDF-നെ ജയിപ്പിക്കണം? മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുന്നോട്ട് വെച്ച് സാഹോദര്യ പദയാത്ര നടത്തിയ ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാ ഞങ്ങൾ അവരെ വർഗീയവാദികളാണ്? കോൺഗ്രസിന് ഇതിന്മേൽ എന്തെങ്കിലും ഉറപ്പ് നൽകാനാകുമോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്തായിരുന്നു. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആ കാര്യം ചെയ്തതെന്ന്. ഇന്ന് ഈ നിമിഷം വരെ ഈ സാധനം വിഭജിച്ചിട്ട് എന്തെങ്കിലും സമാധാനം ഇന്ത്യയിലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ?
പാകിസ്ഥാനിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എപ്പോഴും ഒരു പക്ഷത്തെ എന്താ പറയാ മാത്രം പോഷിപ്പിച്ചുകൊണ്ടും പ്രീണിപ്പിച്ചുകൊണ്ടുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മറുപക്ഷം അന്നും ഇന്നും ഇതിന്മേൽ സഫോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, എന്തിന് ഞങ്ങൾ ഈ റിസ്ക് തലയ്ക്ക് മേളിൽ തൂക്കിയിട്ടുകൊണ്ട് നിങ്ങളെ ജയിപ്പിക്കണം? ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഞാൻ അവരെ വെള്ളപൂശിയാണ് എന്ന് പറഞ്ഞാൽ അവരൊരു കറുത്തിരുണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണെന്നാണ് താങ്കളുടെ ഇത്. അയ്യോ, കറുത്തിരുണ്ട് നിൽക്കുന്ന സംഭവമാണെന്ന് പറയാൻ പാടില്ല കേട്ടോ. അവിടെ ഇവിടെയും ആളുകളെ അടിച്ചും കൊന്നും മതത്തിന്റെ പേരിൽ ഉപദ്രവിക്കുന്ന, ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന, സമാധാനത്തിൽ ജീവിക്കുന്ന ആളുടെ ഇടക്ക് പോയിട്ടൊക്കെ ബോംബ് പൊട്ടിക്കുന്ന ആൾക്കാര് കറുത്തിരുണ്ട ആൾക്കാരായിട്ട് പറയാൻ പാടില്ല. ദയവേത് ആരെങ്കിലും ഒരു ബക്കറ്റ് വാൾക്കെയർ കുട്ടി ഇദ്ദേഹത്തിന് സ്പോൺസർ ചെയ്യണം. ഇദ്ദേഹം കുത്തിയിരുന്ന് ഇങ്ങനെ മുക്കി പെയിന്റ് അടിക്കട്ടെ, അതാണ് പറ്റിയ പണി. അവരൊരു കറുത്തിരുണ്ട രൂപമാണ്. VD സതീശൻ ചെന്നവരെ വെള്ളപൂശിയാണെന്ന് പറയാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? അവരൊരു വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അക്രമം നടത്തിയിട്ടുണ്ടോ? എന്ത് തെളിവുണ്ടെന്ന് താങ്കൾ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? താങ്കൾ തന്നെയല്ലേ കുറെ നാൾ മുമ്പ് ഇവരെ എതിർത്തിരുന്നത്, ഇവർ CPM-നോട് കൂട്ടുകൂടിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യാപകമായിട്ട് അവരുടെ പാർട്ടിക്കാർ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ആക്രമണങ്ങളെല്ലാം അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. ആ താങ്കൾ തന്നെ പറയുന്നു തെളിവ് എവിടെ? മുമ്പ് അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന് തെളിവ് എവിടെയാണ്? അപ്പൊ താങ്കൾ ഇത്ര നാളും പറഞ്ഞ എല്ലാം നുണയായിരുന്നോ? അപ്പൊ അതൊക്കെ വിശ്വസിച്ച് താങ്കൾക്ക് ഒരു നിലപാടുണ്ടെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ആരായി? ജമാഅത്ത് ഇസ്ലാമി വളരെ മോശമായ ഒരു സംഘടന എന്ന അർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി ഇതാ ഞാൻ പറഞ്ഞത്. വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ വളരെ മോശമായ ഒരു സംഘടന എന്ന അർത്ഥത്തിലല്ല. പക്ഷെ രണ്ട് മുന്നണിയും ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും കാപട്യം കാണിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ആരുടെ വോട്ടാണെങ്കിലും ഞങ്ങൾ വാങ്ങില്ലെന്ന് പറഞ്ഞാൽ പോലെ 9 വർഷമായിട്ട് കസേരയിട്ട് പുറത്തിരിക്കുന്നില്ലേ? എന്താ കാരണം എന്നറിയോ? ഇതാ കാരണം. ആദ്യം ജനങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുമെന്നും അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്നും അവരത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുമെന്നും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കാനും പഠിക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലേ ഇതുപോലെ തന്നെ പുറത്തിരിക്കേണ്ടി വരും. CPM പ്രവർത്തകര് ഡയറക്ഷൻ പോലും വീടുകളിൽ ചെന്ന് വർഗീയത പറയാനാണ്. ഞങ്ങൾ ഒരു സ്കോഡിലും ഒരു വീട്ടിലും ചെന്ന് ഞങ്ങൾ വർഗീയത പറയില്ല. ഇവരുടെ ആൾക്കാർ വീട് കയറി ചെന്ന് വർഗീയത പറയാറില്ല എന്നൊക്കെയാണ് ഉറപ്പിച്ച് ഇദ്ദേഹം പറയുന്നത്. CAA ഒരു സമരം നടന്നിരുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വെള്ളയിട്ട് ആൾക്കാർ ഓരോ മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇത് പ്രാബല്യത്തിൽ വന്നാലും നിങ്ങളുടെ പൗരത്വം പോകുമെന്നും സമരത്തിന് വരണമെന്നും പറഞ്ഞു വിളിച്ചത്. അതിന്റെ പേര് വർഗീയതയല്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഓൾറെഡി പൗരത്വമുള്ള ആൾക്ക് എന്തിനാ CAA വഴി പിന്നെ പൗരത്വം എടുക്കുന്നത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് നിങ്ങൾ അവരെ വഞ്ചിച്ചത്? അങ്ങനെ വീട് തോറും കയറി ഇറങ്ങി വർഗീയത പറഞ്ഞാൽ നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. വായെടുത്താൽ നുണയാണല്ലോ ഇങ്ങനെ പറയുന്നത്. മലപ്പുറം ജില്ലയെ മുഴുവൻ കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്താണ്. തീവ്രവാദ പ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കുന്നു. പിണറായി വിജയൻ പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റതോടുകൂടി ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞു, ഒന്ന് മലപ്പുറത്ത് സ്വർണ്ണക്കടത്താണ്, തീരെയില്ലല്ലോ, ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-120 കേസ് ഞാൻ കണ്ടു കാണും, അത്രേ ഉള്ളൂ. വലിയ സ്വർണ്ണക്കടത്തൊന്നുമില്ല. പിന്നെ ഭീകരാക്രമണങ്ങൾ ആരും അവിടെ ചെയ്യാറില്ല. അതും പറഞ്ഞത് വളരെ മോശമായി പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിനെ ഇങ്ങനെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മോശമാക്കി പറഞ്ഞു. ഉള്ള കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആര് പറഞ്ഞാലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് മോശം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. കൊല്ലത്ത് പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ കൊല്ലത്തെ പറയുന്നു എന്നല്ല പറയേണ്ടത്. 10 രൂപ കൊടുത്താൽ 10 എണ്ണം കിട്ടുന്ന പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കിയ കൊല്ലംകാർ അവര് ചെയ്യുന്ന ഒരു കാര്യം അത് എത്രത്തോളം പിറ്റി ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പൊ മലപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നതിലും നല്ലത് ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും അത് നടക്കുന്നുണ്ടെന്നും അതിന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നും പറയുന്നതല്ലേ. അഡ്രസ് ചെയ്യാതെ മാറ്റി വെച്ചാലൊന്നും ഒരു പ്രശ്നം ഇല്ല എന്നാവുന്നില്ല കേട്ടോ പ്രതിപക്ഷ നേതാവേ. പിന്നെ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന അടവിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ഉറപ്പ് എന്താന്ന് പറയുന്നത്? ഇത്തരം പ്രചാരണങ്ങൾ ഒന്നും വിജയിക്കില്ല എന്നതിന് നിങ്ങളുടെ ഉറപ്പ് എന്താണ്? ഞങ്ങളുടെ ഉറപ്പ്, ഞങ്ങൾ അതിശക്തമായിട്ട് അത് എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് ചെയ്യും. എങ്ങനെ എക്സ്പോസ് ചെയ്യും? ജമാഅത്ത് ഇസ്ലാമിനെ കൂടെ കൂട്ടി വെൽഫെയർ പാർട്ടി ആണെന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് ഇവർ എക്സ്പോസ് ചെയ്യും. നടന്നത് തന്നെ 9 വർഷമായിട്ട് ഞങ്ങൾ കാണുന്നു എക്സ്പോസ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താങ്കൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇനി അടുക്കി പിണറായി വിജയന്റെ കുറെ കുഴപ്പങ്ങൾ താങ്കൾ പറയുന്നുണ്ടല്ലോ. അതിലൊരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താങ്കൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട്. പോരട്ടെ. BJP ആയിട്ടുള്ള രഹസ്യമായ ബാന്ധവം ഇപ്പോൾ അദാനിക്ക് ഇഷ്ടമുള്ള കമ്പനി ആയതുകൊണ്ട് കേസ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അദാനിക്ക് ഇഷ്ടമുള്ള കമ്പനി, അതുകൊണ്ട് കേസ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. കപ്പൽ മറിഞ്ഞ കേസിൽ അദാനിയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് കേസ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ശരിയാണ്, കേസ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അതൊരു മോശം പരിപാടിയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയുന്നത്? എന്നിട്ട് വലിയ സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കാരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അപ്പൊ എപ്പോ വേണേലും കോംപ്രമൈസ് ചെയ്യാല്ല. ഒരു പാർട്ടിക്കാരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു, ഡീല് കൊടുത്ത് ഒക്കെ ശരിയാക്കാൻ. ഇതൊക്കെ അറിയാമായിരുന്നു അല്ലേ പ്രതിപക്ഷ നേതാവേ? എന്നിട്ട് താങ്കൾ എന്ത് ചെയ്തു? താങ്കളുടെ പാർട്ടിയിൽ ആരുമില്ല, അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെ നിങ്ങളുടെ പാർട്ടിക്കോ മുന്നണിക്കോ പ്രതിപക്ഷത്തിനോ ഒന്നും കഴിയില്ലേ നിയമപരമായിട്ട് തന്നെ നേരിടാൻ? നിങ്ങൾ ആരുമില്ലേ കേസ് കൊടുക്കാൻ? നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല?
നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായി ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല? നിങ്ങളാണല്ലോ അത് ചെയ്യേണ്ടത്. ഇപ്പോ നൂറുകണക്കിന് സ്ഥലത്ത് ഈ പാലം പൊളിഞ്ഞു വീണു. ഒരു പരാതിയും കേന്ദ്ര ഗവൺമെന്റിനില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ഉപഹാരമായിട്ട്. ഇത്രയധികം സ്ഥലത്ത് ദേശീയപാത ഇടിഞ്ഞു വീണു. നിയമപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ സത്യം പറഞ്ഞാൽ അത് ചെയ്യേണ്ടത്, കേസ് കൊടുക്കേണ്ടത്, ഇത്രയും ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് നിങ്ങളല്ലേ. ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലും ഭീകരമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പ്രതിപക്ഷത്ത് അവരായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നിങ്ങളെ പല അഴ കുഴഞ്ചാന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും അവര്? അതോ മഴയത്ത് പോയി കൊടയും പിടിച്ച് ചുമ്മാ സമരം ചെയ്തിട്ട് വീട്ടിൽ പോവോ? അതല്ല. അവരാണ് പ്രതിപക്ഷത്തെങ്കിൽ ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നടക്കില്ലായിരുന്നു. ചോദ്യം ചെയ്യാനായിട്ടുള്ള അത്ര ഉറപ്പ് അവർക്കുണ്ട്. അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് സംസാരിക്കും. താങ്കൾ ചെയ്യേണ്ട ഒന്നും ചെയ്യാതെ ചുമ്മാ വന്നിരുന്നിട്ട് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് താങ്കളുടെ ഫാൻസ് താങ്കളെ വിശേഷിപ്പിക്കുന്നത്. എന്ത് ഇന്നലെ ഒരു നിലപാട്, ഇന്നൊരു നിലപാട്, നാളെ കാര്യം കാണാൻ വേറെ നിലപാട്. ഇതാണ് നിലപാടുകളുടെ രാജകുമാരൻ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പേര് വേറെയാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും താങ്കൾ ചെയ്യുന്നില്ല എന്നതല്ലേ സത്യം? പറയേണ്ട പല കാര്യങ്ങളും താങ്കൾ പറയുന്നില്ല എന്നതല്ലേ സത്യം? ഞാനിങ്ങനെ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കമന്റുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെ പ്രതിപക്ഷമല്ലേ സംസാരിക്കേണ്ടത്, അതിനല്ലേ പ്രതിപക്ഷ നേതാവിനാക്കി വെച്ചിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ഇവിടെയില്ലേ? അപ്പൊ ആ രണ്ടുപേരോടും ഇതേ ചോദ്യം ചോദിക്കാനിരിക്കുന്ന മറ്റുള്ളവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. അങ്ങനെ പലരെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും കഴിവില്ലെങ്കിൽ അവരുടെ കഴിവ് കേടിന് ഞങ്ങൾ സഹിക്കണോ? എന്റെ വായിൽ നാക്കുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ജനിച്ചിരിക്കുന്നത്. ഒരു പൗരാവകാശം എനിക്കുണ്ട്. ഞാൻ അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നത്, കരമടയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാം. പ്രതിപക്ഷ നേതാവിന് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെന്ത് വേണം? അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും, പ്രതിപക്ഷ നേതാവേ താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പ്രതിപക്ഷം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി ചെയ്തിട്ട്, നിങ്ങളുടെ അഹിംസയും അതേപോലെ നിങ്ങളുടെ ഇതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ എല്ലാം ചെയ്യേണ്ട രീതിക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. നിങ്ങൾ സത്യത്തിൽ ഒരു തോറ്റുപോയ പ്രതിപക്ഷം തന്നെയാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് അത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ എതിരിൽ ഇരിക്കാൻ പോലും എന്താ പറയാ ഒപ്പം വെക്കാനുള്ള ഒരാള് നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട് UDFന്റെ അടിത്തറ. എന്തുകൊണ്ടാണ് VS ജോയിക്ക് മേൽ ആര്യാടൻ ഷൗക്കത്തിനെ തെരഞ്ഞെടുക്കാൻ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്? അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്, അത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്, ലൂക്കോസിനോട് താങ്കൾ പറയണ്ട എന്തുകൊണ്ട് VS ജോയ് അല്ല, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പറയണ്ട. പക്ഷേ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ ജനങ്ങളോട് താങ്കൾ പറയണം എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത്. നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ജനങ്ങളെ നോക്കിയിട്ടാണോ? ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ഇവർ ചെയ്യുമോ, ഇന്ന ആൾ വന്നാലായിരിക്കും കുറച്ചും കൂടി പ്രയോജനം, ഇത് നോക്കിയിട്ടാണോ എടുക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പറയണം എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. സിമ്പിൾ ആയിട്ട് ഒരാൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യം ഇതുള്ളൂ. നിങ്ങളോട് ഞാൻ പറയും, ഒരാൾ കയറി വരുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് എന്ത് മാറ്റം നിങ്ങൾക്ക് ചെയ്തു തരാനാകും, ഇൻ കേസ് വോട്ട് ചെയ്ത് നിങ്ങൾ കയറിയിട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, എന്നിട്ട് അതുപോലൊക്കെ അങ്ങ് പ്രവർത്തിക്കണമെന്നേ. ഇവർക്ക് മാത്രം ഈ പറയുന്ന പ്രവർത്തിച്ചാലും കുഴപ്പമില്ല പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ നാടിനെ കട്ടുമുടിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാത്തിടത്തോളം മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോ എലക്ഷൻ എങ്ങനെ നടന്നോട്ടെ, എലക്ഷന്റെ പേരിൽ ഇവർ എന്ത് പേക്കൂത്തും കളിച്ചോട്ടെ. ഇതുപോലെ തന്നെ ഇന്ന് പറയുന്നത് മാറ്റി നാളെ പറയുന്ന രാഷ്ട്രീയക്കാരെ വിട്ട് കളഞ്ഞിട്ട് ഇലക്ഷനെ പറ്റി നോക്കാതെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ നോക്കാം. കാൻഡിഡേറ്റ്സിന് എന്ത് യോഗ്യതയുണ്ട് എന്ന് നോക്കാം. അത് നോക്കി വളരെ നല്ല രീതിയിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു അറിവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്, ജനങ്ങളാണ് നന്നാവേണ്ടത്. നമുക്കൊന്ന് നന്നായി നോക്കിയാലോ. അപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനയുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. റിപ്പോർട്ട് അടിച്ച് നമ്മളെ വീട്ടിലിരുത്താൻ നോക്കിയവരെ നമുക്ക് തോപ്പിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ വീട്ടിലിരിക്കാൻ എനിക്കും മനസ്സില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ വീഡിയോയിൽ ലൈക്ക് ആയാലും കമന്റ് ഇടാൻ പറഞ്ഞപ്പോൾ നന്നായിട്ട് കമന്റ് ഇട്ട് എനിക്കറിയാം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾ തന്നെ 3-4 കമന്റുകൾ ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഷെയറും ചെയ്യുന്നുണ്ട്. അപ്പം ഇതേപോലുള്ള സപ്പോർട്ട് വീണ്ടും തുടരുക. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിനുവേണ്ടിയും ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.